7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ഇത് 2024 ചോദിച്ച ചോദ്യപേപ്പറാണ്. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രാഹുൽ ആൻഡ് ഹിസ് ഫാദർ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. രാഹുലും അവൻ്റെ ഫാദറും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ സംഭാഷണം നമ്മൾ 1-2 തവണ വായിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അതിൻ്റെ അടിയിലുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ആക്ടിവിറ്റി 2 ഡിബേറ്റ്. ഒരു ഡിബേറ്റാണ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GUPS മുഴത്താടം കണ്ടക്റ്റഡ് എ ഡിബേറ്റ് ഇൻ ദ സ്കൂൾ ഓൺ ദ ടോപ്പിക് യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ. GUPS മുഴത്തടം എന്ന് പറയുന്ന സ്കൂളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അമിത ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ചൊരു ഡിബേറ്റ് സംഘടിപ്പിച്ചു. ഹിയർ ആർ സം ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ബൈ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കറിയാം, ഡിബേറ്റ് ആകുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരുത്തിയിട്ടാണ് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് നല്ലതാണെന്ന് പറയും, മറ്റേ ഗ്രൂപ്പ് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കും. ആർഗ്യുമെൻറ്റും കൗണ്ടർ ആർഗ്യുമെൻറ്റും 2 ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 3 ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിങ് മൊബൈൽ ഫോൺ ആൻഡ് 3 ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഇറ്റ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ആർഗ്യുമെൻറ്റിൻ്റെ കോളത്തിൽ 3 റീസൺസ് എഴുതുക. അതുപോലെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സിൻ്റെ കോളത്തിലും 3 റീസൺസ് എഴുതുക. ഒരെണ്ണം അവിടെ ഒരു ഉദാഹരണത്തിന് നമുക്ക് തന്നിട്ടുണ്ട്. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് യൂസിങ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ളതിൻ്റെ ഒരു ആർഗ്യുമെൻ്റാണ് ഈ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. മൊബൈൽ ഫോൺ നല്ലതാണ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുകാർ പറയുന്ന ഒരു വാദമാണ്, വി ക്യാൻ മേക്ക് വീഡിയോ കാൾസ് വിത്ത് അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് എനി ടൈം. നമുക്ക് നമ്മളുടെ വീട്ടുകാരും ഫ്രണ്ട്സുമായിട്ട് വീഡിയോ കാളൊക്കെ ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഗുണം തന്നെയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പുകാർ എന്താ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. Excessive use of mobile phone leads a decrease in face-to-face communication among friends and family members. അപ്പോൾ നമ്മൾ ഈ കൗണ്ടർ ആർഗ്യുമെൻ്റ് അതിന് ചേരുന്ന ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് വേണം പറയാൻ. അല്ലാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നുള്ള ഒരു മറുപടി പറയാൻ പാടില്ല. ഇവിടെ പറയുന്നു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ കൗണ്ടർ ആർഗ്യുമെൻറ്റുകാരെന്താ പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ വ്യക്തിബന്ധം ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി പോകുന്നു. ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു റീസൺ, അത് സത്യമാണ്. അതാണ് അവർ കണ്ടെത്തിയത്. ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും ആണ് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത്. അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ആക്ടിവിറ്റി 3 പ്രിപ്പയർ ആൻ ഇമെയിൽ. നികേതാസ് ഫാദർ ബോട്ട് എ ലാപ്ടോപ്പ് ഫ്രം എ കമ്പനി. നികേതയുടെ അച്ഛനൊരു ലാപ്ടോപ്പ്, ബട്ട് ആഫ്റ്റർ 6 months ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്യാണ്ടായി, കംപ്ലൈൻ്റ് ആയി. നികേത സജസ്റ്റഡ് ഹിം ടു സെൻഡ് എൻ ഇമെയിൽ ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് വിത്ത് ദ കമ്പനി. കമ്പനിക്കാർക്ക് ഒരു ഇമെയിൽ അയച്ചിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവൾ ഫാദറിനോട് പറഞ്ഞു. ആ ഒരു ഇമെയിലാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഫ്രം എന്നുള്ളിടത്ത് ഒരു നമ്മളുടെ ഇമെയിൽ അഡ്രസ്സാണ് വെക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ വെച്ചു. ടു ആ കമ്പനിക്കാർക്കാണ് അയക്കേണ്ടത്. അതിവിടെ തന്നിട്ടുണ്ട്. abc@gmail.com എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് സബ്ജക്റ്റ് നമ്മൾ എന്താണ് വെക്കേണ്ടതെന്നും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേണ്ടത് മാറ്ററാണ്. ആ മാറ്റർ നമ്മൾ എഴുതണം. അപ്പോൾ ഫ്രം അഡ്രസ്സ് അത് ജിമെയിൽ അഡ്രസ്സാണ്, അത് എഴുതണം. സബ്ജക്റ്റ് എന്താണെന്ന് എഴുതണം, മാറ്ററും എഴുതണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ A ഗ്രേഡ് ലഭിക്കുന്നതാണ്. സാമ്പിളായിട്ട് ഒരു ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. ആക്ടിവിറ്റി 4 പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമാണ്. ചോദ്യം നോക്കാം. റീഡ് ദ ഫോളോയിങ് ഇഷ്യൂസ് റിലേറ്റഡ് ടു മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ എനി വൺ ഓഫ് ദീസ് ഇഷ്യൂസ്. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ടുള്ള 4 ഇഷ്യൂസ് അവിടെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും എനി വൺ ഓഫ് ദീസ് ഇഷ്യൂസ്, ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇതിലുള്ള എല്ലാം കൂടി വാരി വലിച്ച് പോസ്റ്ററിൽ എഴുതേണ്ട, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അതിനെക്കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക. തന്നിരിക്കുന്ന 4 എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം കോസസ് ഹെൽത്ത് ഇഷ്യൂസ്.
പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം മൊബൈൽ ഫോണിൻ്റെ ആ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്നാണ് ഒരു പ്രശ്നം. അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തെ നോക്കാം, സ്റ്റുഡൻസ് ബിക്കം വിക്ടിംസ് ഓഫ് ഓൺലൈൻ ഫ്രോഡ്സ്. ഈ ഓൺലൈനായിട്ടുള്ള വഞ്ചകന്മാരുടെ ചതിയിൽപ്പെടുന്ന അധികവും സ്റ്റുഡൻസ് ആണ്. ഇനി അടുത്ത് നോക്കാം, യൂസ് ഓഫ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് കോസസ് ആക്സിഡൻറ്റ്സ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. അതിനെക്കുറിച്ചൊരു പോസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ അഡിക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ ഈസ് ഇൻക്രീസിങ്. മൊബൈൽ ഫോണിന് അടിമയായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതും ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് മനസ്സിൽ വെക്കുക. പോസ്റ്ററിൽ ഒരു മെയിൻ ഹെഡിങ് വേണം. ആ മെയിൻ ഹെഡിങ് ഇപ്പോൾ ഈ ഒരു വലിയ സെൻറ്റൻസ് ഇതേപോലെ നീട്ടിപ്പിടിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിലെ ചില വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു മെയിൻ ഹെഡിങ് വേണം. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ സ്ലോഗൻസോ മുദ്രാവാക്യങ്ങളോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. ആ പോസ്റ്ററിന് മാർജിൻസും ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കാൻ ശ്രമിക്കുക. അടുത്തത് എഡിറ്റിംഗ് ആണ്. ഹിയർ ഈസ് എ ഡയറി റിട്ടൺ ബൈ റിക്കി. റിക്കി എഴുതിയ ഒരു ഡയറിയാണ്. ഡയറിയുടെ പേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെയർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ആ ഡയറിയിൽ ചെറിയ ചെറിയ കുറച്ച് തെറ്റുകളുണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വായിച്ചു നോക്കാം. ടുഡേ ഐ ആം റിയലി അഷെയിംഡ്. ഇന്ന് ഞാൻ ആകെ നാണം കെട്ടുപോയി. ഐ കെയർഡ് നത്തിങ് ഫോർ. ദ റോബോട്ട് വാസ് നോട്ട് ഡിസ്റ്റർബിങ് മീ. ആ റോബോട്ട് എന്നെ ഉപദ്രവിച്ച് ഡിസ്റ്റർബ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. റിയലി ദ റോബോട്ട് ഹെൽപ്ഡ് മീ എ ലോട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ റോബോട്ട് എന്നെ കുറേ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നൗ ഐ നോ എ വാല്യൂ ഓഫ് ക്ലീൻലിനെസ്. വൃത്തിയുടെ ആ ഒരു പ്രാധാന്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐ വിൽ ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഞാൻ നല്ല ഒരു കുട്ടിയായിരിക്കാൻ ശ്രമിക്കും. ഇതിൽ വേണ്ട തെറ്റുകൾ നമുക്ക് നോക്കാം. ഐ കെയർഡ് നത്തിങ് ഫോർ. അവിടെ നത്തിങ് ഫോർ എന്നുള്ളത് വേർഡ് ഓർഡറാണ്. ഐ കെയർഡ് ഫോർ നത്തിങ് എന്നാണ് വേണ്ടത്. ഇനി ബി നമുക്ക് നോക്കാം. റിയലി നോട്ട് ഡിസ്റ്റർബിങ് മീ എന്നുള്ളിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതായത് ആ ഒരു സെൻറ്റൻസ് അവസാനിച്ചു, അടുത്ത സെൻറ്റൻസ് തുടങ്ങുകയാണ്. അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും പുതിയ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിയലി എന്നുള്ളതിന് വേറെ ഒന്നുമില്ല, ക്യാപിറ്റൽ ലെറ്റർ ഇട്ടാൽ മാത്രം മതി. അടുത്ത് നോക്കാം. നൗ ഐ നോ എ വാല്യൂ ഓഫ് ക്ലീൻലിനെസ്. എ വാല്യൂ, ഒരു വാല്യൂ എന്ന് പറയില്ല നമ്മൾ, ദ വാല്യൂ ആണ് പറയുക. അപ്പോൾ അവിടെ എ അല്ല വേണ്ടത്, ദ. ഐ വിൽ ബിക്കെയിം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ വിൽ ബിക്കം, ഞാൻ ആയിത്തീരും എന്നുള്ള അർത്ഥത്തിൽ ഐ വിൽ ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. എഫിഷ്യൻറ്റ്, നല്ല കഴിവുള്ള ഒരു കുട്ടിയായിട്ട് നമ്മൾ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഈ എഫിഷ്യൻറ്റിൻ്റെ സ്പെല്ലിങ്ങിലുള്ള ഒരു മിസ്റ്റേക്ക് മാത്രമാണ്. അതുകൂടി ശരിയാക്കിയാൽ ഇത് ഓക്കെ ആയി. Activity 6 Conversation. One afternoon, Kafka was walking through a park in Berlin. ബെർലിനിലെ ഒരു പാർക്കിലൂടെ ഇങ്ങനെ കാഫ്ക നടന്നു പോവുകയായിരുന്നു. ഒരു വൈകുന്നേരം നടന്നു പോവുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെയർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടി കരയുകയായിരുന്നു. അവളുടെ ഇഷ്ടപ്പെട്ട പാവ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ആ കുട്ടി കരഞ്ഞത്. കാഫ്ക വെൻറ്റ് ടു ഹെയർ ആൻഡ് ടോക്ക്ഡ് ടു ഹെയർ. കാഫ്ക ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അതിനോട് സംസാരിച്ചു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ. എഴുതാനുള്ളത് കാഫ്കയും ആ ഗേളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. സംഭാഷണം നടത്തേണ്ട വിഷയം നമുക്ക് തന്നു കഴിഞ്ഞു. സങ്കടപ്പെട്ടിരിക്കുകയാണ്, കരയുകയാണ്. ആ സിറ്റുവേഷനും നമുക്ക് തന്നു, സങ്കടപ്പെടാനുള്ള കാരണവും തന്നു. ഇനി നമുക്ക് ഈസി ആയിട്ട് സംഭാഷണം എഴുതാവുന്നേ ഉള്ളൂ. സംഭാഷണം എഴുതുമ്പോൾ വലിയ വലിയ സംഭാഷണമൊന്നും വേണ്ട, ചെറിയ ചെറിയ സംഭാഷണങ്ങൾ നമ്മൾ എഴുതിയാൽ അത് തന്നെ ധാരാളമായിരിക്കും. ഇവിടെ ഒരു സംഭാഷണം എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. ആക്ടിവിറ്റി 7 കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ. ഇത് നമ്മൾ വേർഡ്സ് ഒക്കെ പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് എക്രോസും ഡൗണും ഉണ്ട്. എക്രോസ് ഒന്നാമത്തെ നോക്കാം. ദ വേർഡ് ദാറ്റ് മീൻസ് എ മെയിൽ സെർവൻറ്റ്. അതിൽ ബിയും ടിയും എന്നുള്ള അക്ഷരങ്ങളും ഉണ്ട്. ബിയും ടിയും ഉള്ള ഒരു സെർവൻറ്റിനെ നമ്മൾ ബട്ട്ലർ എന്നാണ് പഠിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കാം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് യൂസ്ലെസ്.
യൂസ്ലെസ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എതിർപദം എഴുതാനാണ് പറയുന്നത്. അവിടെ യു എന്നുള്ള ഒരു സ്പെല്ലിംഗ് തന്നിട്ടുണ്ട്. യൂസ്ലെസ് ഉപയോഗമില്ലാത്തത്, അപ്പോൾ ഉപയോഗമുള്ളത് എന്നാണ് വേണ്ടത്. അപ്പോൾ യൂസ്ഫുൾ എന്നാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ യു മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. ഇനി താഴോട്ടുള്ളത് നോക്കാം. എ മെഷീൻ ദാറ്റ് വർക്ക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ. മൂന്നാമത്തതാണ്, നേരെ താഴോട്ടാണ് വേണ്ടത്. ആദ്യത്തെ ലെറ്റർ ആറും ഇടയിൽ വേണ്ട ഒരു ലെറ്റർ ബിയുമാണ്. നമുക്കത് പെട്ടെന്നറിയാം റോബോട്ടാണ് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ റോബോട്ടാണ്. ഇനി നാലാമത്തത് നോക്കാം. എ പേഴ്സൺ ഹു വിസിറ്റ്സ് എ പ്ലേസ് ഫോർ പ്ലഷർ. എന്തെങ്കിലും ഒരു ആനന്ദം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന ആൾ, അതായത് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂർ പോവുക. അങ്ങനെ പോകുന്ന ഒരാളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് നാലാമത്തെ നോക്കാം. അവിടെ ടിയും തന്നിട്ടുണ്ട്, യുയും തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ടൂറിസ്റ്റ് ആണത്. അപ്പോൾ അത് കറക്റ്റാക്കി എഴുതുക. ഇനി അഞ്ചാമത്തെ നോക്കാം. ടു ക്ലീൻ യൂസിങ് എ ക്ലോത്ത്. ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക. ഡബ്ല്യുവും പിയും തന്നിട്ടുണ്ട്. തുടയ്ക്കുക എന്നുള്ളതിന് വൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാറിലൊക്കെ വൈപ്പർ എന്ന്, കാറിലും ബസ്സിലും ലോറിയിലൊക്കെ വൈപ്പർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാവും. മീനിങ് ഒക്കെ പഠിക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇത്രയുമാണ് 2024 വർഷം 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.